ബംഗ്ലാദേശിനെ നടുക്കി തിങ്കളാഴ്ച ഉച്ചയോടെ നടന്ന ഒരു ദാരുണമായ വിമാനാപകടത്തിൽ തലസ്ഥാനമായ ധാക്കയിലെ ഒരു സ്കൂളിൽ ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഒരു F-7 പരിശീലന വിമാനം തകർന്നു വീണു. ഈ ദാരുണമായ സംഭവത്തിൽ 20 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പിഞ്ചുകുട്ടികളാണെന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനം സാധാരണ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരിടത്ത്, അതും ഒരു വിദ്യാലയത്തിൽ തകർന്നു വീണത് രാജ്യത്ത് വലിയ ഞെട്ടലും ദുഃഖവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 12:30-യോടെയാണ് ദുരന്തം സംഭവിച്ചത്. ധാക്കയിലെ തിരക്കേറിയ മിർപൂർ പ്രദേശത്തുള്ള മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജിന്റെ കെട്ടിടങ്ങളിലൊന്നിലേക്ക് അപ്രതീക്ഷിതമായി F-7 BJ പരിശീലന വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും ഇതുവരെ 19 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സ്കൂൾ വിദ്യാർത്ഥികളാണ്. അപകടം നടന്നയുടൻ ഒരു വലിയ സ്ഫോടന ശബ്ദം കേൾക്കുകയും കെട്ടിടത്തിന് തീ പിടിക്കുകയും ചെയ്തതായി ദൃക്സാക്ഷികളും സ്കൂളിലെ അധ്യാപകരും പറയുന്നു. തീപിടുത്തം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും രക്ഷാപ്രവർത്തകർ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിച്ചു. പരിക്കേറ്റ 72 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ 8 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവരിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ജീവനക്കാരും സമീപവാസികളും ഉൾപ്പെടുന്നു. വിമാനത്തിന്റെ പൈലറ്റിനെയും ഗുരുതരമായ പരിക്കുകളോടെ സൈനിക ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അപകടത്തിൽപ്പെട്ട F-7 BJ പരിശീലന വിമാനം ചൈനയിൽ നിർമ്മിച്ചതാണ്. ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഭാഗമായി ഈ വിമാനം പതിവ് പരിശീലന പറക്കലിലായിരുന്നുവെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് വിമാനം നിയന്ത്രണം വിട്ട് ഒരു സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. യന്ത്ര തകരാറോ പൈലറ്റിന്റെ പിഴവോ അത് മറ്റെന്തെങ്കിലും കാരണങ്ങളോ ആകാം അപകടത്തിന് വഴിവെച്ചതെന്നാണ് വിലയിരുത്തൽ. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരുമെന്നും ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. F-7 വിമാനങ്ങൾ സാധാരണയായി പരിശീലന ആവശ്യങ്ങൾക്കും ചില മിഷനുകൾക്കും ഉപയോഗിക്കുന്നവയാണ്. ഇത്തരമൊരു വിമാനം ഒരു ജനവാസ മേഖലയിൽ തകർന്നു വീഴുന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. സാധാരണയായി ഇത്തരം പരിശീലന പറക്കലുകൾ ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളിലോ സൈനിക താവളങ്ങൾക്ക് സമീപമുള്ള പ്രത്യേക വ്യോമ മേഖലകളിലോ ആണ് നടത്താറുള്ളത്. എന്നാൽ തിരക്കേറിയ ധാക്ക നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്കൂളിൽ വിമാനം തകർന്നു വീണത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ദുരന്തത്തിന്റെ ഏറ്റവും ഹൃദയഭേദകമായ വശം മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് എന്നതാണ്. സ്കൂളിലെ ഒരു അധ്യാപകൻ പറയുന്നതനുസരിച്ച് വിമാനം ഇടിച്ചിറങ്ങിയത് 1 മുതൽ 7 വരെയുള്ള ക്ലാസ് മുറികളിലേക്കാണ്. ഈ സമയത്ത് ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിമാനം ഇടിച്ചിറങ്ങിയുടൻ കെട്ടിടത്തിന് തീ പിടിക്കുകയും പുക ഉയരുകയും ചെയ്തതോടെ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സമയം ലഭിച്ചില്ല. പല കുട്ടികളും ക്ലാസ് മുറികൾക്കുള്ളിൽ കുടുങ്ങിപ്പോയതായാണ് റിപ്പോർട്ടുകൾ. ദുരന്തം സംഭവിച്ച ക്ലാസ് മുറികൾ പൂർണ്ണമായും കത്തിനശിച്ചു. തങ്ങളുടെ കുട്ടികളെ തിരഞ്ഞ് സ്കൂളിലേക്ക് ഓടിയെത്തിയ മാതാപിതാക്കളുടെ ദയനീയ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. നിരവധി രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന സത്യം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. വിമാനം തകർന്നു വീണെന്ന വിവരം ലഭിച്ചയുടൻ തന്നെ ബംഗ്ലാദേശ് ആർമി അംഗങ്ങളും അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസും അടങ്ങുന്ന വലിയൊരു സംഘം സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അഗ്നിശമന സേനയുടെ 8 വാഹനങ്ങൾ തീയണയ്ക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും എത്തിച്ചേർന്നു. ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ സഹായകമായി. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ പുറത്തെടുക്കുന്നതിനും പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനും രക്ഷാപ്രവർത്തകർ രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ചു. സംഭവ സ്ഥലത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയത് രക്ഷാപ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ തടസ്സപ്പെടുത്തിയെങ്കിലും സൈനികരും പോലീസും ചേർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. അപകടം നടന്നയുടൻ തകർന്ന F-7 വിമാനം വ്യോമസേനയുടേതാണെന്ന് ബംഗ്ലാദേശ് ആർമി പബ്ലിക് റിലേഷൻസ് ഓഫീസ് ഒരു പ്രസ്താവനയോടെ സ്ഥിരീകരിച്ചു. അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ബംഗ്ലാദേശ് സർക്കാർ പ്രഖ്യാപിച്ചു. ഒരു ഉന്നതതല അന്വേഷണ കമ്മീഷനെ ഇതിനായി നിയമിച്ചിട്ടുണ്ട്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് ലഭിക്കുന്നതോടെ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ ദാരുണമായ സംഭവത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് എല്ലാവിധ ചികിത്സയും സഹായവും ഉറപ്പാക്കുമെന്നും അവർ പ്രസ്താവിച്ചു. ദുരന്തബാധിതരെ സഹായിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശ് വ്യോമസേന രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന ഘടകമാണ്. കാലക്രമേണ ആധുനികവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സേനയാണിത്. ചൈനയിൽ നിർമ്മിച്ച വിമാനങ്ങൾ ഉൾപ്പെടെ വിവിധതരം വിമാനങ്ങൾ അവരുടെ പക്കലുണ്ട്. എന്നിരുന്നാലും സൈനിക വിമാനങ്ങൾക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമേറിയ വിഷയമാണ്. ഇത്തരം അപകടങ്ങൾ സേനയുടെ പ്രവർത്തനങ്ങളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന രീതികളും സുരക്ഷാ മാനദണ്ഡങ്ങളും പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജനവാസ മേഖലകളിലൂടെയുള്ള പരിശീലന പറക്കലുകൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളും പരിശോധനകളും കൂടുതൽ കർശനമാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. സിവിലിയൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് സൈനിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദുരന്തം മെൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് സമൂഹത്തെയും സമീപ പ്രദേശങ്ങളെയും വലിയ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്.
നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമൊന്നും നൽകാനാവില്ലെന്നും ഭാവിയിൽ സമാനമായ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങളും കാര്യക്ഷമമായ വ്യോമയാന നിയമങ്ങളും നടപ്പിലാക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ വ്യോമയാന ദുരന്തങ്ങളിലൊന്നായി ഇത് അടയാളപ്പെടുത്തപ്പെടും. രാജ്യത്തിന്റെ കണ്ണീരൊപ്പാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും സഹായവും ആവശ്യമായി വന്നേക്കാം.